അഫ്ഗാനിസ്ഥാൻ ഭരണം താലിബാൻ പിടിച്ചെടുത്തിട്ട് 5 വർഷം തികയുന്നു. അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതിനു പിന്നാലെ 2021 ഓഗസ്റ്റ് 15-നാണ് താലിബാൻ കാബൂൾ അധികാരം പിടിച്ചെടുക്കുന്നത്. ഇതിന്റെ ഓർമ്മയ്ക്കായി അഫ്ഗാനിസ്ഥാനിലെങ്ങും താലിബാൻ വിജയദിനം ആഘോഷിക്കുകയാണ്. എന്നാൽ ഇതേസമയം തന്നെ രാജ്യത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളും അരങ്ങേറുന്നു. 2001-ലാണ് അഫ്ഗാനിൽ അമേരിക്ക അധിനിവേശം നടത്തുന്നത്. തുടർന്ന് 2 പതിറ്റാണ്ടോളം അഫ്ഗാനിൽ അമേരിക്കയുടെ മേൽനോട്ടത്തിലായിരുന്നു കാര്യങ്ങൾ. ഇതിനിടയിൽ ഒരു ഭാഗത്തു നിന്ന് സംഘടിച്ചെത്തിയ താലിബാൻ 2021 കാബൂൾ പിടിച്ചെടുക്കുകയായിരുന്നു. 2 പതിറ്റാണ്ട് നീണ്ട കലാപത്തിനൊടുവിലാണ് താലിബാൻ അധികാരത്തിലെത്തുന്നത്. തെരുവിൽ റാലി നടത്തിയും വാഹനങ്ങൾ അലങ്കരിച്ചും ആഘോഷം നടത്തുന്ന താലിബാൻ അനുകൂലികളുടെ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ശനിയാഴ്ച താലിബാൻ ഭരണാധികാരികൾ അഫ്ഗാനിലെ പരമ്പരാഗത ലോയ ചിർഗ അസംബ്ലി ഹാളിൽ ഒത്തുകൂടി. സ്ഥിരത പുനഃസ്ഥാപിക്കുകയും പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷം അവസാനിപ്പിക്കുകയും ചെയ്ത ദിനമായാണ് അവർ ഈ ദിവസത്തെ വിശേഷിപ്പിച്ചത്. മുൻ അമേരിക്കൻ എംബസിക്ക് മുന്നിലൂടെ താലിബാൻ സൈനികർ സൈനിക വാഹനങ്ങളിലും പതാകകളേന്തിയും പ്രകടനം നടത്തി. ബാനറുകളും പതാകകളും പ്രദർശിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രകടനം തങ്ങളുടെ വിജയദിനമായി താലിബാൻ ഉയർത്തിക്കാട്ടി. താലിബാന്റെ ആഘോഷങ്ങൾക്കിടയിലും അഫ്ഗാനിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളും ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കടുത്ത ഉപരോധങ്ങളും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശ ലംഘനങ്ങളും അഫ്ഗാനിൽ നിന്ന് ഉയരുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും അടിസ്ഥാന അവകാശങ്ങൾ പോലും താലിബാൻ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. 25 ലക്ഷത്തോളം വരുന്ന പെൺകുട്ടികൾക്കാണ് വിദ്യാഭ്യാസ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജോലി ചെയ്യുന്നതിനും പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ എത്തുന്നതിനും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. UN കണക്കുകൾ പ്രകാരം പകുതിയോളം അഫ്ഗാൻ സ്ത്രീകൾ മാസത്തിൽ 1-2 തവണ മാത്രമാണ് വീടിനു പുറത്തിറങ്ങുന്നത്. സ്ത്രീകൾക്കെതിരായ അടിച്ചമർത്തലുകൾ കാരണം റഷ്യ ഒഴികെയുള്ള മറ്റ് പ്രധാന ലോകരാജ്യങ്ങളൊന്നും തന്നെ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. അതേസമയം വിവിധ രാജ്യങ്ങൾ കാബൂളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ, ഖത്തർ, ചൈന, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ താലിബാൻ ഉദ്യോഗസ്ഥർക്ക് ആതിഥേയത്വം വഹിക്കുകയും നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ദക്ഷിണ ഏഷ്യയും മധ്യേഷ്യയും ബന്ധിപ്പിക്കുന്ന വ്യാപാര പാതയായി അഫ്ഗാനിസ്ഥാനെ മാറ്റാനാണ് താലിബാന്റെ നീക്കം. അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ സാമ്പത്തിക സഹായം പിൻവലിച്ചതോടെ അഫ്ഗാന്റെ സാമ്പത്തിക നില പൂർണ്ണമായും തകർന്ന നിലയിലാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആവർത്തിച്ചുള്ള വരൾച്ച, ഭൂചലനങ്ങൾ, ഇറാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാൻ പൌരന്മാരെ വൻതോതിൽ നാടുകടത്തുന്നത് തുടങ്ങിയ വിഷയങ്ങൾ താലിബാൻ ഭരണകൂടത്തിന് വൻ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. 4.5 കോടി വരുന്ന അഫ്ഗാൻ ജനതയിൽ പകുതിയിലധികം പേർക്കും അന്താരാഷ്ട്ര മാനുഷിക സഹായം അത്യാവശ്യമാണ്. 2021 $600 കോടി ആയിരുന്നു രാജ്യത്തിന്റെ വാർഷിക ബജറ്റ്. താലിബാൻ ഭരണത്തിന് കീഴിൽ ഇത് $244 കോടി ചുരുങ്ങി. പാക് അതിർത്തിയിലെ സംഘർഷങ്ങൾ അഫ്ഗാന്റെ നില കൂടുതൽ പരുങ്ങലിലാക്കിയിട്ടുണ്ട്. അഫ്ഗാന്റെ സുപ്രധാന വ്യാപാര പാതയെ ഇത് കാര്യമായി ബാധിച്ചു. താലിബാൻ അധികാരമുറപ്പിച്ചെങ്കിലും തകർന്നടിഞ്ഞ ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുക എന്നത് അവർക്ക് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി തുടരുന്നു. അതേസമയം ചടങ്ങിൽ സ്ത്രീ സാന്നിധ്യം ഇല്ലാതിരുന്നത് കടുത്ത വിവേചനത്തിന്റെ തെളിവായി UN മനുഷ്യാവകാശ പ്രതിനിധി ചൂണ്ടിക്കാട്ടി. 12 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിച്ചതും സ്ത്രീകൾക്ക് പൊതുയിടങ്ങളിൽ വിലക്കേർപ്പെടുത്തിയതും വലിയ മനുഷ്യാവകാശ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. താലിബാൻ സേന കാബൂളിൽ പ്രവേശിച്ചതിന് പിന്നാലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജ്യം വിട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.